Praise the Lord. Praise God for one more Sunday that we could gather together to worship Him. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ഞായറാഴ്ച കൂടി നമുക്ക് ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് Every year when the new year starts, we make an attempt to read a Bible reading plan, to cover the Bible in 1 year. ഓരോ പുതുവർഷത്തിലും നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കാറുണ്ട്, ഒരു വർഷം കൊണ്ട് വേദപുസ്തകം മുഴുവൻ വായിക്കുവാനും. So this year also I am attempting to read 1 year. ഈ വർഷവും ഞാൻ വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. So sometimes what happens, you start but then you get you get stuck in one place because I like to read it deeply. ചില സമയത്ത് വായന തുടങ്ങിക്കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുമ്പോൾ അവിടെ തന്നെ നിന്നു പോകുന്നു. കാരണം ആ വേദഭാഗത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. And so as I started reading, I was really touched by the life of Abraham. ഞാൻ വായിക്കുവാൻ തുടങ്ങിയപ്പോൾ അബ്രാഹത്തിന്റെ ജീവിതം എന്നെ സ്പർശിച്ചു. And about Abraham's growing revelation of who God is. അബ്രാഹത്തിന്റെ ദൈവത്തെക്കുറിച്ചുള്ള വളർന്നുകൊണ്ടിരുന്ന ആ വെളിപ്പാട്, ദൈവം ആരാണെന്നതിനെ കുറിച്ച്. We know that Abraham lived in Ur and he was called out of Ur by God. നമുക്കറിയാം അബ്രാഹാം ഊരിന്റെ പ്രദേശത്ത് വസിച്ചിരുന്ന വ്യക്തിയാണ്. ആ ഊരിന്റെ ദേശത്ത് നിന്നും ദൈവം അവനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. Now this in present day, this Ur is, if you look at the map, it's in southern Iraq. I was just saying it's very close to where Kuwait is. ഇന്ന് നമ്മള് ഭൂപടം പരിശോധിക്കുകയാണെങ്കിൽ ഊർ എന്ന ദേശം ഇറാഖിന്റെ തെക്കേ ഭാഗത്താണ്. അത് കുവൈറ്റ് എന്ന രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. See, when Saddam Hussein invaded Kuwait, he would have probably come through Ur into Kuwait. സദാം ഹുസൈന് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ചിലപ്പോൾ ഊരിന്റെ പ്രദേശത്തു കൂടി ആയിരിക്കും അയാൾ കടന്നു വന്നത്. And the community which Abraham came from was a polytheistic community which worshipped many gods and many idols. അബ്രാഹാം കടന്നു വന്ന ആ സമൂഹം അനേക ദൈവങ്ങളെ ആരാധിച്ചിരുന്ന, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് അബ്രാഹാം പുറപ്പെട്ടു വന്നത്. And at the age of 75, God called Abraham out of this life. ഈ ജീവിതത്തിൽ, ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നിന്നും 75-ാമത്തെ വയസ്സിൽ ദൈവം അബ്രാഹത്തെ വിളിച്ച് വേർതിരിച്ചു. How do we know that? We turn to Joshua chapter 24. അത് നാം എങ്ങനെ അറിയുന്നത് എന്നറിയണമെങ്കിൽ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. And you can read verse 2 and 3. 24-ാം അധ്യായം 2ഉം 3ഉം വാക്യങ്ങൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും നാഹോറിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രാഹമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കാനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. Okay, and we can read verse 14 and 15 also. 14ഉം 15ഉം വാക്യങ്ങള് 24-ാം അധ്യായം. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കുവാൻ നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബമോ ഞാൻ യഹോവയെ സേവിക്കും.
So it's very clear, Abraham, he's saying that, Joshua is saying, these, your fathers, your forefather Abraham, his father Terah, they used to worship all these other gods when I call them out. ഇവിടെ വളരെ വ്യക്തമാണ് ചിത്രം. ദൈവം നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് ദേവന്മാരെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാഹത്തെ അവിടെ നിന്നും വിളിച്ചു. And so, at this age of 75, Abraham is starting to know God. 75-ാമത്തെ വയസ്സിൽ അബ്രഹാം ദൈവത്തെ അറിയുവാൻ തുടങ്ങി. And we were just today morning also, as we were worshipping, as Amit was sharing those portions, that we were also once people who were away from God. ഇന്ന് രാവിലെ ആരാധനയുടെ സമയത്ത് അമിത് പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളും അതുപോലെ ഈ അന്യ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടമായിരുന്നു. Once we were far away under the powers of this world, not knowing God, living our lives but God. ഒരിക്കല് നാം ഈ ലോകത്തിന്റെ കാലഗതികൾക്ക് അന്ധകാര ശക്തികൾക്കും അധീനപ്പെട്ട് ദൈവത്തെ അറിയാതെ ജീവിച്ചു പോന്ന ആളുകളായിരുന്നു. And as we see from the life of Abraham, it's never too late to start knowing God and start growing in God. അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ അബ്രാഹത്തെ പോലെ ദൈവത്തെ അറിയുവാന് ഒരിക്കലും വൈകി പോകുന്നില്ല. ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ വളരുവാനും. Maybe many years we had some idea of God, but we didn't grow in God, and we're thinking, I wasted so many years. But even now, it's not too late to start growing in the Lord. ചിലപ്പോൾ അനേക വർഷങ്ങൾ നമുക്ക് ദൈവത്തെ അറിയാമായിരുന്നിരിക്കും. എന്നാൽ ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് വരാം, ഞാൻ ഈ വർഷങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞുവല്ലോ എന്ന്. എന്നാൽ ഇതൊരിക്കലും വൈകിപ്പോയിട്ടില്ല ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ വളരുവാനും. And one important aspect of that, of growing in the Lord, is to realize that, as we're reading God's word, the primary aim of reading God's word is not for us to say what is in it for me. How am I going to be, profited? But the primary aim is to know about God, know God's character, and know what God desires from me. നമ്മള് വേദപുസ്തകം വായിക്കുമ്പോൾ അത് പഠിക്കുമ്പോൾ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം ഇതിൽ നിന്ന് ദൈവം എന്നോട് എന്തു പറയുന്നു എന്നല്ല, പ്രാഥമികമായിട്ടും ദൈവത്തെയും ദൈവത്തിന്റെ സ്വഭാവത്തെയും അറിയുകയും ദൈവത്തിന്റെ ആഗ്രഹങ്ങളും പദ്ധതികളും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. It is, and in doing that, in knowing God, in following Him, in doing what He desires from your life, that is when you are truly blessed. ദൈവത്തെ അറിയുകയും ദൈവത്തിന്റെ ആ പദ്ധതികളെ നാം അനുധാവനം ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തെ അറിയുമ്പോഴാണ് നമ്മൾ വളരുന്നത്. Otherwise, we can read the Bible in the sense of saying that, I want to do this is my idea, this is my plan. Now let me see in the Bible, is there some verse that will, encourage me to do that plan? അതല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ചില പദ്ധതികളുണ്ട്, അതേക്കുറിച്ച് ദൈവത്തിന് ബൈബിളിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ഉദ്ദേശത്തോടു കൂടി അത് കണ്ടുപിടിക്കാൻ വേണ്ടി വേദപുസ്തകം വായിക്കാം. It's like somebody said, should I marry Esther or should I marry Ruth? And then it opened on Ruth, so now I have to marry Ruth. അത് ഇങ്ങനെ ഒരാൾ പറഞ്ഞ പോലെ ഇരിക്കും, ഞാൻ എസ്തറിനെ വിവാഹം കഴിക്കണോ റൂത്തിനെ വിവാഹം കഴിക്കണോ, അതേക്കുറിച്ച് അറിയാൻ വേണ്ടി വേദപുസ്തകം തുറന്നപ്പോൾ എസ്തറിനെയാണ് കിട്ടിയത്. എന്നാ ഇത് ദൈവം എന്നോട് പറയുന്നത് എസ്തറിനെ വിവാഹം ചെയ്യാനാണ്. So it's primarily to know God, to know God's character, what He desires from our lives, and in that, when we are obedient to that, we are blessed. എന്നാൽ പ്രാഥമികമായിട്ടും ദൈവത്തെയും ദൈവത്തിന്റെ സ്വഭാവത്തെയും അറിയുവാൻ വേണ്ടിയാണ്. അത് അറിയുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്നത്. And in the life of Abraham, we see that as Abraham was going on his journey with God, we see that there are 7 names
that are there, that are revealed in scriptures as Abraham gets to know God. നമ്മൾ അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അബ്രാഹം ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ വേദപുസ്തകത്തിലെ 7 നാമങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. അത് അബ്രാഹം അറിഞ്ഞു മുന്നോട്ട് പോകുന്നു. First we'll read Genesis chapter 12, the calling. Genesis chapter 12 verse 1 to 8. പ്രാരംഭമായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതായിരിക്കും. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കാനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കാനാൻ ദേശത്ത് എത്തി. അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കാനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്നും അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. So verse 8 says, there he built an altar to the Lord and he called on the name of the Lord. That is, he called on the name of Yahweh. 8-ാം വാക്യം പറയുന്നത്, അവൻ അവിടെ നിന്ന് ബേഥേലിലെ കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. This is the first time we see that he is calling on the name of Yahweh. ആദ്യമായിട്ടാണ് നാം ഇവിടെ കാണുന്നത് അബ്രാഹം യാഹ്വേയുടെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നത്. So this explanation of this name of God, Yahweh, becomes clearer only later when the children of Israel are in slavery and Moses is called to bring them out. യഹോവയുടെ ആ നാമത്തിന്റെ അർത്ഥം നാം പിന്നീടാണ് കാണുന്നത്. ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരുന്നപ്പോൾ ദൈവം മോശയെ വിളിച്ച് അവരെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ പറയുമ്പോൾ, in Exodus chapter 3 verse 13 and 14, പുറപ്പാട് പുസ്തകം chapter 3 Exodus 3 verse 13 and 14, 3-ാം അധ്യായം 13ഉം 14ഉം വാക്യങ്ങള്. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. And if you read the next verse also, 15-ാം വാക്യം കൂടി നാം വായിക്കുമ്പോൾ, ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രാഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകവും ആകുന്നു. This is my name forever. Yahweh is my name forever. ഇത് എന്നേക്കും എന്റെ നാമം ആയിരിക്കും, യഹോവ.
And this name is derived from, what Moses asked. What should I say? What is your name? And he says, I am who I am. And that is the abbreviation of that. We get the tetragrammaton Yahweh from that. ഇവിടെ ഈ പേര് വന്നിരിക്കുന്നത് മോശ ദൈവത്തോട് നിന്റെ നാമം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ആ വാക്കിൽ നിന്ന് ചുരുങ്ങി വന്നതാണ് യഹോവ എന്ന ആ നാമം. Now we have, we pronounce it Yahweh, we say Yahweh, we say Yehovah, and we say Jehovah. ഇപ്പോൾ നാം അത് പല വിധത്തില് ഉച്ചരിക്കാറുണ്ട്. യാഹുവ, ജഹോവ, യഹോവ എന്ന് ഇങ്ങനെയൊക്കെ ഉച്ചരിക്കാറുണ്ട്. So is it all the same or is there some difference? ഇതെല്ലാം ഒന്നാണോ അതോ വ്യത്യാസങ്ങളുണ്ടോ? How they pronounce. Okay, there is one I had put up just to explain what has happened. See, the original thing, if you see, there are 4 consonants, 4 words, YHWH, Yahweh, that I am who I am. It's abbreviated into I am, YHWH, Yahweh. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളത് YHWH എന്ന ആ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നിന്ന് ചുരുങ്ങി വന്നതാണ്. And the Jews, the Hebrews, they were warned in Exodus 20 verse 7, you shall not take the name of Yahweh in vain. ഹെബ്രായിലെ ഇസ്രായേൽ മക്കള് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു, യഹോവയുടെ നാമം വ്യർത്ഥമായിട്ട് വൃഥാവെടുത്ത് ഉപയോഗിക്കരുത് എന്ന്. So the priest, whoever is reading from the scrolls and all, when the word Yahweh comes, they were very scared to say the name Yahweh. പുരോഹിതന്മാര് വേദപുസ്തകം വായിച്ചപ്പോൾ ഈ യഹോവയുടെ നാമം വന്നപ്പോൾ അവർക്ക് ഭയമായിരുന്നു നാമത്തെ ഉച്ചരിക്കുവാന്. Because we know that when God's presence was there, the holiness, they were scared they'll be struck down, because people were getting struck down for doing unholy things. And they say, don't take the name of Lord in vain. So they would be so afraid to take God's personal name in vain. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. അവര് കാണുകയുണ്ട് അവിടെ നടുവില് ദൈവത്തിന്റെ നാമം ദുരുപയോഗം ചെയ്തവര് ദൈവം അവരെ വെട്ടിക്കളയുന്നത്. അതുകൊണ്ട് യഹോവയുടെ നാമം എടുത്ത് ഉപയോഗിക്കുന്നത് അവർക്ക് ഭയമായിരുന്നു, വൃഥാ ഉപയോഗിക്കുവാൻ. So whenever they used to come into the script where Yahweh is written, they used to tell out Adonai. It's written Yahweh, but they'll say, and then Adonai said. ഏതൊക്കെ സമയത്ത് യാഹ്വേ യഹോവ എന്ന ആ വാക്ക് അവർ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവര് ആ പദത്തിന് പകരമായിട്ട് അഡോണെ എന്ന ആ പദം ആണ് ഉപയോഗിച്ചിരുന്നത്. And then in the later times, there were these Jews called Masoretes who made the Masoretic text. When they made out the text, they said we should have a way so that people should know that we'll have something which they can read out, not as Yahweh, but we'll read out. We will instill Adonai into that so that they can read that word. പിന്നീട് മസറേറ്റ് എന്ന ആ ഒരു സമൂഹം തിരുവെഴുത്തുകള് എഴുതിയപ്പോൾ അവര് പറഞ്ഞു ജനത്തിന് അത് വായിക്കുവാൻ ഒരു മാർഗം കണ്ടെത്തണം. അതുകൊണ്ട് യാഹ്വേ എന്ന പദം വരുന്നിടത്തെല്ലാം ജനത്തിന് വായിക്കുവാനായിട്ട് അവര് അഡോണായ് എന്ന പദം ചേർത്തു. So they took the vowels of Adonai, A-O-A, and they instilled it in between Yahweh. അവര് അഡോണായ് എന്ന ആ പദത്തിന്റെ സ്വരാക്ഷരങ്ങൾ എടുത്തിട്ട് യാഹ്വേ എന്ന ആ പദത്തിനോട് ചേർത്തു. A got instilled in between Y and H, O in between H and W, and A in between W and AH. വൈക്ക് ശേഷം എ എന്ന അക്ഷരവും ഡബ്ല്യുവിന് ശേഷം ഒ എന്ന അക്ഷരവും അവര് ചേർത്തു. That is to say, Yehovah is a
made up name from Yahweh. അത് പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, യഹോവ എന്ന പദം യാഹുവെ എന്ന ആ പദത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പദമാണെന്ന്. So that they could say without so much fear and trembling. So the Jews can say, okay, we can say Yahweh, we're not saying Yahweh, and we can say Jehovah, and it will be, we are not under that condemnation. അതുവഴി അവർക്ക് ഭയമില്ലാതെ യഹോവ എന്ന പദം, യാഹ്വേ എന്ന പദത്തിന് പകരം യഹോവ എന്ന പദം ഉപയോഗിക്കുവാൻ കഴിയും. But whether we say Yahweh, we say Jehovah became the English version then, because all the Yah got converted to Jah when it came to English. Yeshua became Jesus. But we know in our heart of our hearts what they all mean. ഈ മൂന്ന് വാക്കുകളും പരിഭാഷപ്പെടുത്തി ഇത് ഉപയോഗിക്കുന്ന എല്ലാം ഒരേ കാര്യം തന്നെയാണ്. ഇംഗ്ലീഷിൽ ജഹോവ ജെ എന്ന അക്ഷരമായിട്ട് എല്ലാം വൈ മാറി. But what does it mean for Abraham? What does it mean for us is that when God says, I am who I am, is that God is an unchanging God. അബ്രാഹത്തിനും നമുക്കും ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ദൈവം മാറ്റമില്ലാത്തവൻ ആണ് എന്നാണ്. I will be who I have always been, the unchanging God, the eternal, unmovable God. ഞാൻ ആയിരുന്നവൻ തന്നെയാണ് എന്നേക്കും മാറ്റമില്ലാത്ത ആ ദൈവം. And it is to this God, Yahweh, that we see that Abraham, as he comes to know God, that he is building, wherever he goes, he builds altar after altar to God. ഈ ദൈവത്തിനാണ് അബ്രാഹാം അറിഞ്ഞ ആ ദൈവത്തിനാണ് അവൻ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ യാഹ്വേയ്ക്ക് യാഗപീഠം പണിതുകൊണ്ടിരുന്നത്. And this name Yahweh is a very personal name of God. ഈ ഒരു പേര് യാഹ്വേ എന്ന ആ ഒരു പദം ദൈവത്തിന് വ്യക്തിപരമായിട്ടുള്ള ഒരു പേരാണ്. It is the covenant name of God. അത് ദൈവത്തിന്റെ ഉടമ്പടി നാമമാണ്. And it is a name God reveals to those whom he wants to have a personal relationship with. ദൈവം ആരുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം ആഗ്രഹിക്കുന്നു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു നാമമാണ് യാഹ്വേ. And we need to understand this name of God, Yahweh. This name is not limited to God the Father. This is the name of the triune God, Yahweh. ഈ ഒരു പേര് യാഹ്വേ എന്ന പേര് പിതാവായ ദൈവത്തിന് മാത്രം ഉള്ള ഒരു പേരല്ല, ത്രിയേക ദൈവത്തിന്റെ നാമമാണ്. And that's why the Jews were very shocked. They picked up stones to throw at Jesus, because Jesus tells them, before Abraham was, I am. I am, in the sense that is the name Yahweh. He's saying before Abraham was, I am. He's saying that I am who I am. He's taking that name for himself. അതുകൊണ്ടാണ് യഹൂദന്മാര് യേശു അബ്രാഹത്തിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവനെ കല്ലെറിയുവാൻ വേണ്ടി കല്ലുകൾ എടുത്തത്. അതുവഴി യേശു പറയുന്നത് ഞാൻ ആകുന്നു എന്ന ആ പേര്, ആ നാമം യേശു ഏറ്റെടുത്തത് കൊണ്ടാണ്. Then in Genesis 14 verse 18 we see that the second name comes up when Melchizedek, king of Salem, brings out bread and wine, and it says, since he was the priest of God Most High. രണ്ടാമത്തെ പേര് നാം കാണുന്ന ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തില് അതിന്റെ 8-ാം വാക്യത്തില് മെൽക്കിസദേക്ക് 18-ാമത്തെ വാക്യത്തില് മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞുമായി അബ്രാഹത്തെ എതിരേൽക്കുവാൻ വരുമ്പോൾ 18-ാം വാക്യം, ശാലോം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാഹം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. Here we see that Melchizedek, he's saying he is the priest of God Most High, and the Hebrew word is El Elyon, God Most High. ഇവിടെ
മെൽക്കിസദേക്ക് പറയുന്നു അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണെന്ന്. ഹെബ്രായ പദം എൽ എലിയോൺ എന്ന ആ പദം. From Hebrews and Psalms we know that Melchizedek is a foreshadow of Christ, in the model of being the king and priest. ഹെബ്രായ ലേഖനത്തിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്നും നമുക്കറിയാം മെൽക്കിസദേക്ക് യേശുക്രിസ്തുവിന്റെ നിഴൽ ആയിരുന്നുവെന്ന്. And here Abraham is introduced to God as being God who is most high, higher above all other gods, higher above all powers and principalities. ഇവിടെ അബ്രാഹത്തിനെ പരിചയപ്പെടുത്തുന്നത് ദൈവം അത്യുന്നതനായ ദൈവമാണെന്ന്, എല്ലാ ദേവന്മാരുടെയും വാഴ്ചകളുടെയും മുകളിൽ വാഴുന്നവനാണ് എന്ന്. And he had just come out of experiencing that when he had defeated four powerful kings, and this is the incidents after that, and he's experiencing that God is God El Elyon, who's high above all other rules and principalities. അബ്രാഹം ഇവിടെ അത് അനുഭവിക്കുന്നത് അവൻ ശക്തന്മാരായ 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് ജയാളിയായിട്ട് കടന്നു വരുമ്പോൾ അവിടെയാണ് അബ്രാഹത്തിന് ഈ ഒരു അനുഭവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവം സർവശക്തന അത്യുന്നതനാണ്, എല്ലാ ദേവന്മാരുടെയും മുകളിൽ ആണ് എന്ന്. And just after that, after he gives his time to Melchizedek, after that the king of Sodom comes and says, come, I am going to give you so many riches and so. And what does Abraham tell him? I don't need your riches lest you say you have made me rich. I have God. I have El Elyon, who's higher up than any other king or power in this world. ഇത് കഴിഞ്ഞ ഉടനെയാണ് സൊദോം രാജാവ് വന്ന് അബ്രാഹത്തോട് പറയുന്നത്, ഞാൻ നിനക്ക് എല്ലാ സമ്പത്തും തരാം. അബ്രാഹം സൊദോം രാജാവിനോട് പറയുന്നത്, എനിക്ക് നിന്റെ സമ്പത്തൊന്നും ആവശ്യമില്ല, ഞാൻ നിന്നിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കണം. നീ പറയും, ഞാൻ അബ്രാഹത്തെ സമ്പന്നനാക്കിയെന്ന്, എനിക്ക് എൽ എലിയോൺ അത്യുന്നതനായ ദൈവം ഉണ്ട് എന്ന്. Today in Christ we can experience God most high. ഇന്ന് നമുക്ക് ക്രിസ്തുവില് ഈ അത്യുന്നതനായ ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയും. In Luke chapter 1 verse 32, Luke 1 verse 32, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാം വാക്യത്തില് നമ്മൾ കാണുന്നു, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. So this is about Jesus. He will be great. He will be called the Son of the Most High. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. And then Mary asked, how can this be? And in verse 35 the angel replied, the Holy Spirit will come upon you and the power of the Most High will overshadow you. മറിയം ചോദിക്കും, ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന്. അതിന് ദൂതൻ പറയുന്നത് 35-ാം വാക്യത്തില്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. The power of the Most High, Jesus, the Son of the Most High. അത്യുന്നതന്റെ ശക്തി യേശു ക്രിസ്തു, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ. Today we can experience the power of the Most High in our lives. ഇന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. First John says that the whole world lies under the power of the evil one. ഒന്ന് യോഹന്നാൻ പറയുന്നത് ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിലാണ് എന്ന്. But whoever is the child of God, the Son of God protects them and the evil one does not touch them. എന്നാൽ ആരൊക്കെയാണ് ദൈവത്തിന്റെ മക്കളായിരിക്കുന്നത്, അവനെ ദൈവം സംരക്ഷിക്കും, ദുഷ്ടൻ അവന്റെ അടുത്ത് വരികയില്ല. We need to believe that. നമ്മള് അത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. It's only when we believe that it becomes powerful in our life. അത് നാം വിശ്വസിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതൊരു ശക്തിയായിട്ട് മാറുകയുള്ളൂ. That we serve God most high, who is higher than all these forces, and he has rendered them powerless in our lives. നമ്മള് സേവിച്ചു നിൽക്കുന്നത് അത്യുന്നതനായ ഈ ദൈവത്തെയാണ്. അവൻ ഈ പ്രകൃതിയിലുള്ള എല്ലാ ശക്തികളെയും
നിർവീര്യമാക്കിയിരിക്കുകയാണ്. I don't know if you saw the news a few days back. There was in North India, Gujarat somewhere, one thief was coming into the house from the exhaust. From the exhaust hole, there was a hole for the exhaust, and he was coming into that through the exhaust, and he got stuck in the exhaust. നിങ്ങൾ ഈ ഒരു വാർത്ത കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗുജറാത്തില് ഒരു കള്ളന് വായു പുറത്തേക്ക് പോകാനുള്ള ആ ദ്വാരത്തിലൂടെ വീടിനകത്തേക്ക് കയറുവാൻ ശ്രമിച്ചു. അവന് അതില് കുടുങ്ങിപ്പോയി. How many heard of that news? നിങ്ങൾ ആരെങ്കിലും കേട്ടോ ആ വാർത്ത? So when the husband wife came home, they were shocked. Through the exhaust, one thief is stuck over there. ഭാര്യയും ഭർത്താവും തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവര് ഇത് കണ്ട് സ്തംഭിതരായി പോയി. കാരണം ഒരു മനുഷ്യന് ഈ വായു പുറത്തേക്ക് പോകാനുള്ള ഉണ്ടാക്കിയിരിക്കുന്ന ആ പൊത്തിനകത്ത് പകുതി അകത്തും പകുതി വെളിയിലുമായിട്ട് നിൽക്കുന്നു. And from there, this thief is giving all threats. അവിടെ കിടന്നുകൊണ്ട് ഈ കള്ളന് ഭീഷണി മുഴക്കുകയാണ്. He told, I'll finish you off. He's telling, he's stuck there, he can't move either. I'll finish you off. അവിടെ കിടന്നുകൊണ്ട് അവന് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയാം, ഞാൻ നിങ്ങളെ ഇല്ലായ്മപ്പെടുത്തി കളയും. My friends are outside, they are coming to get you. എന്റെ സ്നേഹിതര് വെളിയിലുണ്ട്, അവര് നിങ്ങളെ പിടിക്കുവാൻ കടന്നു വരുന്നുണ്ട്. Later they found out the friends all ran away when he got stuck. പിന്നീട് അവര് കണ്ടുപിടിച്ചു, കൂട്ടുകാരെല്ലാം സുഹൃത്തുക്കളെല്ലാം ഇവൻ അതില് കുടുങ്ങി എന്ന് കണ്ടപ്പോൾ ഓടിപ്പോയി. But these husband and wife were trembling over there. എന്നാൽ ഭാര്യയും ഭർത്താവും അവിടെ നിന്ന് അവർ വിറയ്ക്കുകയായിരുന്നു. And then they called the police. Till the police came, police took hours to try and remove that person from out there. അതിനുശേഷം അവര് പോലീസിനെ വിളിച്ച്, പോലീസ് വന്ന് മണിക്കൂറുകൾ എടുത്താണ് ഈ വ്യക്തിയെ അവിടെ നിന്നും പുറത്തു കൊണ്ടുവന്നത്. And he could hardly walk after that. അതിനുശേഷം അവന് നടക്കുവാൻ പോലും പ്രയാസമായിരുന്നു. But that is how we are. The enemy threatens and we are all very scared, even though he's powerless before God Most High. ഇതുപോലെയാണ് നമ്മൾ മിക്കപ്പോഴും ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലും അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മൾ വിറയ്ക്കും. I will do this to you, you are good for nothing, I'm going to finish you off, and then we are fully scared about that. ഞാൻ നിന്നോട് ഇത് ചെയ്യും, നിനക്ക് ഒരു നന്മയുമില്ല, ഞാൻ നിന്നെ തീർത്തു കളയും എന്ന് പറയുമ്പോൾ നമ്മൾ ആകപ്പാടെ ഭയപരവശരായി തീരും. We need to remember that we serve God Most High. ഈ ഒരു കാര്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു, നാം സേവിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെയാണ്. The third and fourth name is in chapter 16. Genesis chapter 16 verse 11. മൂന്നാമത്തെ പേര് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലാണ്. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിന്റെ സങ്കടം കേൾക്കുക കൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേര് വിളിക്കണം. And verse 13. 13-ാം വാക്യം, അപ്പോൾ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേര് വിളിച്ചു. Chapter 16 is a chapter of multiple mistakes and a big mess. 16-ാം അധ്യായം അനേക വീഴ്ചകളുടെ തെറ്റുകളുടെ ഒരു കൂട്ടമാണ്. So Sarai has no children, and God told Abraham, through your body a seed is going to come. Sarai has no children, so she uses her earthly wisdom and offers Hagar. സാറായിക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ദൈവം സാറായോട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് തന്നെ നിനക്കൊരു തലമുറയെ തരും. പക്ഷെ സാറ തന്റെ ഭൗതികമായിട്ടുള്ള ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് ഹാഗറിനെ കൊടുക്കുന്നു. That was the culture in Ur from which they came out. Ur of the Chaldeans, this was a culture there. And she was using that earthly wisdom and applying that there. അതായിരുന്നു ഊരിന്റെ ദേശത്ത് അവർ പുറപ്പെട്ടു വന്ന ആ ഊരിന്റെ ദേശത്തുള്ള സംസ്കാരം. ആ ആചാരം ആണ് സാറ ഇവിടെ ചെയ്യുന്നത്. അത് അവളുടെ ഈ ലോകത്തിൻ്റെതായ ജ്ഞാനം ഉപയോഗിച്ചാണ്.
And Abraham, very meekly, submissively listens and says, "Okay, I'll do that." അബ്രാഹം സാറ പറഞ്ഞത് കേട്ട് വളരെ താഴ്മയോടുകൂടി അത് അനുസരിക്കുന്നു. And then Hagar becomes pregnant. അതിനുശേഷം ഹാഗർ ഗർഭിണിയായി. And probably when she was pregnant, now Abraham has become, very caring because, his child is there inside. It's making sure she takes folic acid and all that, and, very caring. ചിലപ്പോൾ ഹാഗർ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ തന്റെ കുഞ്ഞിനാണല്ലോ ജന്മം നൽകുവാൻ പോകുന്നത് എന്ന് ഉള്ള ആ ചിന്തയാല് അധികമായിട്ട് ഹാഗറിനെ അബ്രാഹാം പരിപാലിച്ചിരിക്കാം. Then Hagar starts despising Sarai, saying, "See, now, Abraham likes me." ഉടനെ ഹാഗർ സാറായെ നിന്ദിക്കുവാൻ തുടങ്ങി. എന്നെയാണ് അബ്രാഹാം കൂടുതലായിട്ട് പരിഗണിക്കുന്നത് എന്ന് ചിന്തിച്ച് പറഞ്ഞ്. And then Sarai starts blaming Abraham. May the wrong done to be upon you. ഉടനെ സാറ അബ്രാഹത്തെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. എന്നോട് ചെയ്യുന്ന ഈ അനീതിക്ക് നീയാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞു. It was her own idea only, that Sarai's idea only. ഇത് സാറായുടെ തന്നെ ആശയമായിരുന്നു. And then Abraham said, "Okay, fine, you do whatever you want." ഉടനെ അബ്രാഹാം പറഞ്ഞു, ശരി, എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തു കൊള്ളാൻ. Then once she got Hagar in her hand, Sarah just finished her off. സാറായുടെ കയ്യില് ഹാഗറിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഹാഗറിനെ സാറ അങ്ങ് തീർത്തു കളഞ്ഞു. Hagar couldn't bear the torture and then she ran off. ഹാഗറിന് ആ പീഡനം സഹിക്ക വയ്യാതെ ആയപ്പോൾ ഹാഗർ അബ്രാഹത്തിന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോയി. It's a big mess. അങ്ങനെ എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ ഒരു വലിയ അവസ്ഥയാണ് അവിടെ ഉള്ളത്. But in that mess, when Hagar cries out of pain, out of brokenness, God hears. ആ കുഴഞ്ഞ അവസ്ഥയില് ഹാഗാർ നിലവിളിക്കുകയും അവളുടെ വേദനയില് അവൾ കരയുകയും ചെയ്തപ്പോൾ ദൈവം അവളെ കേട്ടു. In that mess, when someone came with broken heartedness and contrite spirit, God heard her. ആ തകർന്ന കുഴഞ്ഞ അവസ്ഥയില് തകർന്നും നുറുങ്ങിയുമുള്ള ആ മനസ്സുമായി ദൈവത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ദൈവം അവളെ ശ്രവിക്കുകയാണ് ചെയ്യുന്നത്. Psalm 34 verse 18 says, "God is near to the broken hearted." 34-ാം സങ്കീർത്തനം പറയുന്നത് തകർന്നും നുറുങ്ങിയും ഹൃദയമുള്ളവരുടെ അടുത്ത് ദൈവമുണ്ട് എന്ന്. He saves the contrite in spirit. അവന് ആ ദുഃഖിച്ചിരിക്കുന്ന ഹൃദയത്തെ രക്ഷിക്കുന്നു എന്ന്. When we come in brokenness and repentance, God hears us. നമ്മള് മാനസാന്തരത്തില് തകർന്നു നുറുങ്ങി മാനസാന്തരപ്പെട്ട ഒരു ഹൃദയവുമായി ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ ദൈവം നമ്മെ ശ്രവിക്കുന്നു. In verse 13, Hagar declares, that He's the God who sees. He's El Roi. ഇവിടെ 13-ാം വാക്യത്തില് ഹാഗാർ പ്രസ്താവിക്കുന്നത് ദൈവം കാണുന്നു, അവൻ എൽ റോയ് ആണ് എന്ന്. You need to realize that God's eyes are always upon us. He sees everything. ഈ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടികൾ എപ്പോഴും നമ്മുടെ മേലുണ്ട്, അവൻ എല്ലാം കാണുന്നു എന്ന്. Proverbs 15 verse 3 says, "The eyes of the Lord are everywhere, observing the evil and the good." സദൃശവാക്യം 3-ാം അധ്യായം പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടി സകലത്തിന്മേലും ഇരിക്കുന്നു, അവൻ ദുഷ്ടനെയും നന്മയെയും കാണുന്നു എന്ന്. And First Samuel, we know this verse 16:7, it says, "Man looks at the outward appearance, but God looks at the heart." 1 ശമൂവേൽ പ്രവാചകൻ 16-ാം അധ്യായത്തിൽ നാം കാണുന്നു, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, ദൈവമോ അകമേ നോക്കുന്നു എന്ന്. And David says in Psalms 139, he says, "You have searched me, Lord, you know me, you are familiar with all my ways." 139-ാം സങ്കീർത്തനത്തില് ദാവീദ് പറയും, ദൈവമേ നീ ശോധന ചെയ്ത് എന്നെ അറിഞ്ഞിരിക്കുന്നു, എന്റെ എല്ലാ വഴികളും അവിടുന്ന് അറിയുന്നുവെന്ന്. And Psalms 34, David says, "The eyes of the Lord are on the righteous, and his ears are attentive to their cry." 34-ാം സങ്കീർത്തനത്തില് ദാവീദ് പറയുന്നതും ദൈവത്തിന്റെ ദൃഷ്ടി നീതിമാന്മാരുടെ മേലും അവരുടെ ദൈവത്തിന്റെ ചെവി അവരുടെ കരച്ചിലിനും ശ്രദ്ധ കൊടുക്കുന്നു എന്ന്. Sometimes maybe we feel that God is not listening to me, God is not seeing me, but God is. God hears us, and God is
watching over us. ചില അവസരങ്ങളിൽ നമുക്കിങ്ങനെ തോന്നാം ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എന്നെ ശ്രവിക്കുന്നില്ല എന്ന്. പക്ഷെ ദൈവം എപ്പോഴും നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും നമ്മളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. Hagar would have thought the same thing, because somewhere down the line she was thrown out of the house, she was sent away along with Ishmael, and when Ishmael was almost half dead, she must have been thinking, where is this God who sees? But at that point God provided. ഹാഗാറിനും തന്റെ ജീവിതത്തിലെ ഒരവസ്ഥയില് ഇതേ ചിന്ത ഉണ്ടായി വന്നിരിക്കാം. ദൈവം എന്നെ കാണുന്നില്ല, എന്നെ കാണുന്നു എന്ന് പറയുന്ന ആ ദൈവം എവിടെയാണ് എന്ന്. അവളുടെ ആ നിരാശയില്, അവളുടെ ആ നിലവിളിയിൽ ആ സമയത്ത് ദൈവം അവളെ കാണുകയും അവൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നു. And then we come to chapter 17, where the next name of God is chapter 17 verse 1. It says, Abraham was 99 years old, and the Lord appeared to him and said, I am God Almighty. അടുത്ത നാമത്തിലേക്ക് നാം വരുന്നത് 17-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യത്തിലാണ്. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. Now Abraham is 99 years old. ഇപ്പോൾ അബ്രാഹാം 99 വയസ്സായി. Sarah is 89 years old. സാറ 89 വയസ്സായി. And God is coming and saying, it's still going to happen. I am God Almighty. ദൈവം വന്ന് പറയുകയാണ്, അത് ഇപ്പോഴും നടക്കും, ഞാൻ സർവശക്തനായ ദൈവമാണ്. By now Abraham is saying, Ishmael is there, that might be enough, but God is saying, no, out of Sarah is going to come the blessing. അബ്രഹാം ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കാം, ഇസ്മായിൽ ഉണ്ട്, അത് മതി. എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെയല്ല, നിനക്ക് സാറായിൽ നിന്ന് തന്നെ സന്തതി ലഭിക്കും എന്നാണ്. God Almighty, and that word is El Shaddai, God. സർവശക്തനായ ദൈവം, അവിടുത്തെ വാക്ക് എൽ ഷദായ് എന്ന പദം. Even after saying that, probably Abraham was still laughing and also, so God had to change. He didn't understand God's name, so God changed Abraham's name. He made it Abraham, and Sarah he made Sarah. ഇതിന് ശേഷം അബ്രാഹാമിന് അബ്രാഹാം ചിരിച്ചു. ദൈവം അബ്രാഹത്തിന്റെ പേര് മാറ്റി. അബ്രാം എന്നുള്ളത് അബ്രാഹമാക്കി, സാറായി എന്നുള്ളത് സാറ ആക്കി മാറ്റി. It's like, if you can't understand, at least let me change your name so that you will understand. ദൈവം പറയുന്നത്, നിനക്ക് എന്റെ നാമത്തെ അറിയാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഏറ്റവും കുറഞ്ഞ നിന്റെ പേരങ്ങ് മാറ്റിക്കളയാം, അതുവഴിയെങ്കിലും നീ എന്റെ പേരറിയട്ടെ എന്ന്. God is El Shaddai. Nothing is impossible for him. ദൈവം എൽ ഷദായി, സർവശക്തനാണ്, അവന് യാതൊന്നും അസാധ്യമായിട്ടില്ല. So I'll go a little more quickly. Genesis chapter 21 verse 33. ഞാൻ കുറച്ചുകൂടി വേഗത്തിൽ പോകട്ടെ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 33-ാം വാക്യം. And here, we see the next name. Abraham planted a tamarisk tree in Beersheba, and there he called upon the name of the Lord, the eternal God. ഇവിടെ നാം അടുത്ത പേര് കാണുകയാണ്. അബ്രഹാം 33-ാം വാക്യം. അബ്രഹാം ബേർശാബയിൽ ഒരു പിച്ചിലു വൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. And he called on the name of the Lord. Yeah, the eternal God. Yeah. So in Hebrew that is El Olam, the eternal God. ഹെബ്രായ ഭാഷയിലത് എൽ ഒലാമാണ്, നിത്യ ദൈവം. And in scripture we always see that contrast between God being everlasting God and man, we are being as temporary mere mortals on this earth. നമ്മൾ തിരുവെഴുത്തുകളിൽ എപ്പോഴും കാണുന്നത് നിത്യനായ ദൈവം, എന്നാൽ നാമോ ഇവിടെ താൽക്കാലികമായിട്ടുള്ള ആളുകളാണ്. We read those verses of promise in Isaiah chapter 40 verse 28 onwards. ഒരു വാഗ്ദത്തം നമ്മള് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. It says, do you not know, have you not heard? The Lord is the everlasting God, the creator of the end of the earth. He does not grow tired or weary. His understanding is beyond searching out. He gives power to the faint
and increases the strength of the weak. Even youths grow tired and weary, and young men stumble and fall. But those who wait upon the Lord will renew their strength. They will mount upon with wings like eagles. They will run and not grow weary. They will walk and not faint. നിനക്കറിഞ്ഞുകൂടെയോ 28-ാം വാക്യം മുതൽ, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. The Lord is the everlasting God. കർത്താവ് നിത്യനായ ദൈവമാണ്. As for man, his days are like the grass. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പുൽച്ചെടികൾ പോലെയാണ്. Every generation you will see some people, they'll be exalting themselves as if they are the ultimate thing to happen. എല്ലാ തലമുറകളിലും നമ്മൾ ചില വ്യക്തികളെ കാണുന്നു, അവരെ തന്നെ ഉയർത്തി എല്ലാത്തിന്റെയും ആത്യന്തികമായിട്ടുള്ള പരിഹാരമായിട്ട്. And at that point of time they look so powerful and looks like nothing can bring them down. ആ ഒരു സമയത്ത് അവര് വളരെ ശക്തന്മാരായിട്ട് യാതൊന്നിനും അവരെ താഴേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്തതുപോലെ തോന്നാം. But one day they'll grow weary. എന്നാൽ ഒരു ദിവസം അവര് തളർന്നു പോകും. And that is the way of every man. അത് ആ എല്ലാ മനുഷ്യന്റെയും വഴിയാണ്. But when we trust in the everlasting God, എന്നാൽ നാം നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, he gives us the strength here on this earth, and through Jesus we are promised everlasting life. അവന് കർത്താവായ യേശുക്രിസ്തു വഴി നമുക്കിവിടെ ശക്തി തരികയും അവനിലൂടെ നമുക്ക് നിത്യജീവൻ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. And no power on earth can guarantee that. ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും അത് ഉറപ്പു തരുവാൻ കഴിയില്ല. And finally we come to the seventh name in Genesis chapter 22. അവസാനമായിട്ട് നമ്മൾ 7ാമത്തെ നാമത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കടന്നു വരികയാണ്. Verse 14. 14-ാമത്തെ വാക്യത്തിൽ, അബ്രാഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്നും ഇന്നുവരെയും പറഞ്ഞു വരുന്നു. Yeah, the Lord will provide. Yehovah Yireh. കർത്താവ് കരുതിക്കൊള്ളും, യഹോവ ഈരെ. And here we see Abraham is the one giving that name there. ഇവിടെ നാം കാണുന്നത് അബ്രാഹമാണ് ആ പേര് നൽകുന്നത്. Abraham being the prophet, he's prophesying and saying, on this mountain it will be provided. അബ്രാഹാം ഒരു പ്രവാചകൻ എന്ന നിലയിൽ അവൻ പ്രവചിക്കുകയാണ്, ഈ പർവ്വതത്തിൽ ദൈവം കരുതിക്കൊള്ളുമെന്ന്. And years later, that those very mountains would become, the mountains of Moriah would be where the temple would be, and outside those temple walls would be provided Jesus, the Passover lamb for our sins. വർഷങ്ങൾക്ക് ശേഷം മോറിയ മലയില് അവിടെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന അതിന് പുറത്ത്, മതിലുകൾക്ക് പുറത്ത് യേശു ക്രിസ്തു കരുതുന്നവനായിട്ട് നൽകപ്പെട്ടു. He is our provider. അവനാണ് നമുക്ക് വേണ്ടി കരുതുന്നവൻ. He provides us whatever we need for this life. അവൻ നമ്മുടെ ഈ ജീവിതത്തിന് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം കരുതുന്നു. Most importantly, he has provided us with Jesus. ഏറ്റവും പ്രധാനപ്പെട്ടതായി അവൻ യേശുവിനെ നമുക്ക് നൽകി. Romans chapter 8. റോമാലേഖനം 8-ാം അധ്യായം verse 32. 32-ാമത്തെ വാക്യം. Romans 8:32. He who did not spare his own son but gave him up for us all, how will he not also along with him freely give us all things? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? He's given us his only beloved son. How will he not give us all the things that
are needed. He knows what we need and He will provide it to us. അവന് തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകിയെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ കരുതാതിരിക്കുമോ? Today we see a greater fulfillment of God's promise to Abraham. I will make you the father of nations. ഇന്ന് നമ്മൾ അബ്രാഹത്തോടുള്ള ആ വലിയ വാഗ്ദത്തം, ഞാൻ നിന്നെ രാഷ്ട്രങ്ങളുടെ പിതാവാക്കും എന്നുള്ള ആ ഒരു വാഗ്ദത്തം. And it says that all of us who by faith, who believe in the promise of God, we are children of Abraham. നമ്മൾ അവിടെ ഇത് പറയുന്നത് വിശ്വാസത്താൽ നമ്മള് അബ്രാഹത്തിന്റെ മക്കള് ആയി തീർന്നിരിക്കുന്നു. And like Abraham, we are on our journey to a promised land. അബ്രാഹത്തെ പോലെ നമ്മൾ എല്ലാവരും വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിലാണ്. But in this journey we have to experience the character, those names of God in our lives. ഈ യാത്രയില് നമ്മള് ദൈവത്തിന്റെ സ്വഭാവമായ ആ നാമങ്ങള് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. We have to experience Yahweh. When God says, I am who I am. നമ്മള് യാഹ്വേ എന്ന ആ പേര്, ദൈവം ഞാനാകുന്നു എന്ന് പറയുന്നത് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. We have to experience El Elyon, that God is most high, high above all powers and principalities. നമ്മൾ എൽ എലിയോൺ അനുഭവിക്കേണ്ടി, ദൈവൻ അത്യുന്നതനായ ദൈവം, എല്ലാ അധികാരങ്ങൾക്കും ദേവന്മാർക്കും മുകളിൽ വാഴുന്നവൻ. He is Ishmael, God who hears. He is Elroy, God who sees us. അവന് എൽറോയ് ദൈവം നമ്മെ കേൾക്കുന്നവൻ, ശ്രവിക്കുന്നവൻ. He is El Shaddai, who is God all powerful. അവൻ എൽ ഷദായൻ, അവൻ ദൈവം സർവശക്തനാണ്. Nothing is impossible. We might think things are impossible, but nothing is impossible for God. നമ്മള് എല്ലാം അസാധ്യമാണ് ചിന്തിക്കും, പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. And he is El Olam, the eternal God. അവൻ എൽ ഒലാമാണ്, നിത്യനായ ദൈവമാണ്. And he is Jehovah Yireh, our provider. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന യഹോവ ഈരേ ആണ്. May we experience these attributes of God in our lives today and through this coming year and in our lives. നമ്മള് ദൈവത്തിന്റെ ഈ സവിശേഷതകള് നമ്മുടെ ജീവിതത്തിലും വരും വർഷങ്ങളിലും അനുഭവിക്കുമാറാകട്ടെ. His name be praised. അവന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ.